പ്രിയമുള്ളവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കായത് കൊണ്ടിപ്പോൾ വീഡിയോ ഇടാറില്ല. ഇപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് ഷോപ്പ് അടച്ച് വീട്ടിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ പോരുന്നതിനിടയിൽ കൂടുതൽ ആൾ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. അപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യേണ്ടത്? ഇമോഷണലായിട്ടാണോ, അതോ ഹീറ്റായിട്ടാണോ, അതോ മസ്കരയായിട്ടാണോ? ഒരു കഥയാണ് നമ്മുടെ ഈ ജീവിത കാലഘട്ടം. നമ്മുടെ 20-ാം നൂറ്റാണ്ട്, നമ്മുടെ പുണ്യദീന് 6-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, എത്ര മാറ്റങ്ങൾ. പക്ഷെ വേലി തന്നെ വിള നിന്നാൽ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക്. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ ഒരു സ്കൂൾ പഠനകാലം കഴിഞ്ഞ ഒരു 8, 9, 10 വർഷം ഒരു പഠിച്ചാൽ ഒരു ബിരുദം കിട്ടും. വീട്ടിൽ നിന്ന് രാവിലെ കുളിച്ചിറങ്ങി കണ്ണാടി നോക്കി നല്ല തലപ്പാവും കെട്ടിയാൽ ജനങ്ങൾക്കിടയിൽ പണ്ഡിതനാവും. പക്ഷെ ഞാൻ എൻ്റെ നിഗമനത്തിൽ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് ഉള്ള ഇസ്ലാമിക ആത്മീയ ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാരായിരിക്കും ഒരു പക്ഷേ നരകത്തിന്റെ അടിത്തട്ടിലെന്ന് നമുക്ക് അനുമാനിക്കാം. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം? ഇവിടെ പുണ്യ ഖുർആനില് ഇലാഹിയത്തിനെ കുറിച്ച്, ആരാധന ദൈവത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് എല്ലാം അവൻ പൊറുക്കും. അതിനാണ് സൂറത്ത് തൗബ എന്നുള്ള എല്ലാ തെറ്റുകളും എത്ര വൻകുറ്റമാണെങ്കിലും. പഴയസ്റ്ററികള് 99 ആളെ 100 പേര് കൊന്നവനും തൗബയുണ്ട്. പക്ഷേ ഒരു തെറ്റ് മാത്രം തമ്പുരാൻ പൊറുക്കില്ല. റബ്ബിന്റെ ഇലാഹിയത്തിനോട് ഒരാൾ പങ്കു ചേർത്താൽ. ഒരു പാസ്വാന് അശ്വനി എന്ന ബിരുദം, ഞാൻ അറിയുന്ന ഒരുപാട് അശ്വനിമാരുണ്ട്, ഞാൻ അറിയുന്നവരുണ്ട്, നല്ല നല്ല പ്രഗത്ഭരും നല്ല നല്ല കഴിവുള്ളവരും നല്ല ആത്മീയമായിട്ടും നല്ല നല്ല ആളുകൾ. പക്ഷെ ഒരു പൂസ്വാന് അത് കേട്ടിട്ട് തക്ബീർ ചെല്ലാനും അവൻ പറയുന്നതാണ്. എന്താണ് ഇവിടെ അശ്വനി? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഫസ്റ്റ് വീഡിയോ തുടക്കത്തിൽ പറയുന്നത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അവസാന കാലത്തുള്ള പണ്ഡിതന്മാർ, ഒരു വേഷധാരികൾ തലപ്പ പണിഞ്ഞാൽ പണ്ഡിതനാവോ? എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പറ്റാത്തത്? ഞാൻ ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഇത് കേട്ടിട്ടും തക്ബീർ ചെല്ലാൻ അവൻ പറയുകയാണ് മടവൂര് നല്ലവനായിരിക്കും, മടവൂരിന്റെ കറാമത്തുകൾ, മടവൂരിന്റെ ഫضലും ശ്രേഷ്ഠയുണ്ട്, ആരും നിഷേധിക്കില്ല. പക്ഷെ പുണ്യ റസൂലിന്റെ മേലൊരു മടവൂര്, അള്ളാന്റെ മേലും മടവൂര്. അവൻ ചോദിക്കുക വെല്ലുവിളി സ്വരത്തില്, മടവൂരിനെ പടച്ചോനാക്കിയാൽ ഞങ്ങൾക്ക് അതിന് മടിയില്ല. പൊന്നെ ഹസനി, ഇത് നിസ്കരിക്കണ്ട, നോൽപോൽക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇജാ പൊന്നാനെ പോയി ഷഹാദത്ത് ചൊല്ലുക. രിദ്ദത്ത് എന്താണെന്ന് നിനക്കറിയോ? നീ എവിടുന്ന കിതാബ് പഠിച്ച് ആരാ എനിക്ക് ചെലവിന് നിന്ന്? ഈ ഒതുക്കുന്ന കിട്ടുന്ന ബിരുദമാണ് ഹസനി, നൗഷാദ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തലപ്പാവ് ധരിച്ച് ജനങ്ങൾ കാണുമ്പോൾ മൂല്യരാവും, പണ്ഡിതനാവും. പക്ഷെ ആത്മീയത അല്ലെങ്കിൽ ഒരു ഖുശൂ, ഒരു പടച്ചവനെ പേടി, ഇതൊന്നും വേണ്ടേ? കൈക്കോട്ട് പണിക്കാർ ഓരോ അങ്ങനെ കാശുണ്ടാക്കും. ഇജ് കാശുണ്ടാക്കുന്നത് ഇത് ഇങ്ങനെയാണോ? യൂട്യൂബിൽ വരുമ്പോൾ ഇങ്ങനെ വേണ്ടത്? എന്തൊക്കെയാ പറയേണ്ടത്? അതുകൊണ്ട് ഞാൻ വോയിസ് വീഡിയോ ഇടാറില്ല, നിങ്ങൾക്കറിയാലോ. ഇപ്പൊ ഞാൻ കാറിൽ പോന്നപ്പോ ഒരു ക്ലിപ്പ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അജബാ, ഒരു താടി വെച്ച് തൊപ്പറ വെച്ച് ഒരു തലയിൽ കെട്ടും കെട്ടി ഫുൾ കൈ കുപ്പായിട്ട് ഒരു സ്റ്റേജിൽ മൈക്കിലിരുന്ന് മുമ്പിൽ ആളുകൾ ഇരുന്നിക്കുന്ന അവരോട് ഹംദും സ്വലാത്തും വലിയ പ്രാർത്ഥിച്ചിട്ട് വയതിൽ ചെങ്ങായി പറയാണ് മുർത്തത്തായിക്കൊണ്ട്. ഓൻ ആ സ്പോട്ടിൽ തന്നെ, അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടോ, എവിടെ എന്തോ നടന്നോട്ടെ, ഓന്റെ ഇബാദത്തോ ഓന്റെ പഠിച്ചോ കേട്ടോ, ആ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഇരുത്താൽ ഇസ്ലാം നിന്ന് പുറത്തു പോയില്ലേ? ഇലാഹിയത്തിന് ഒരാളെ പങ്കു ചേർത്താൽ എന്താണ് അവസ്ഥ? പുണ്യ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ പറയുന്നുണ്ട്, എന്ത് തെറ്റും പടച്ചോൻ പൊറുക്കും. നൗഷാദെ, ഇജ്ജ പറഞ്ഞ വാക്ക് 2-3 റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടി നമ്മളൊന്ന് കേൾക്കിയത്. നമ്മൾ കോഴിക്കോട്ടിലെ മടവൂര് എന്തോ ആവട്ടെ, ഇപ്പൊ റോളിൽ കിടക്കുന്ന പുണ്യനബിയേക്കാളും മേലെയാണ്. മടവൂരിനെ പടച്ചോനാക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. ഇവിടെ എത്തിയിടൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇത് ചൂടായിട്ട് റിയാക്ട് ചെയ്യേണ്ടതാണോ അതോ തിരിച്ചു തള്ളേണ്ടതാണോ? എന്താണ് ഇതിന്റെ അവസ്ഥ? ആത്മീയ ചൂഷകർ വേറൊരു ഭാഗം, തങ്ങന്മാരായിട്ടും പിന്നെ പല രൂപത്തിലും കൊടിമരങ്ങളും തോരണങ്ങളും, അതൊരു വേറൊരു വശം. ഇത് പണ്ഡിതന്മാർ തമ്മിലുള്ള പിന്നെ വാഗ്വാദങ്ങള് ജനങ്ങൾക്കിടയിൽ എന്തും പറയുന്നു. അപ്പൊ നൗഷാദെ, ഞാന് നൗഷാദിനെ കുറ്റപ്പെടുത്തിക്കണ്ടേ. ഞാൻ എന്റെ നിസ്കരിച്ച 4 സ്വലാത്ത് ചൊല്ലി ആ കൂലി നൗഷാദിനെതിരെ ഞാൻ കരുതിയിട്ടില്ല. ഞങ്ങൾ കുറ്റപ്പെടുത്തലല്ല നമുക്ക് ആവശ്യം.
ഖേദിക്കുണ്ടാവില്ല നൗഷാദിന് ചെലവിലെന്ന ഉമ്മമാരൊക്കെ. അല്ലെങ്കിൽ നൗഷാദ് പിന്നെ ഈ മുന്നിലുള്ള ആളുകള് ധാരണ എന്താണ്, ഇതാണ് ഇപ്പൊ ശരിയെന്നോ? ഇപ്പൊ എത്ര ആളുകള് പിന്നെ അറസ്റ്റിലായി. ഒരു കറുത്ത വേഷധാരി ഉണ്ടായില്ല, കുറെ പാട്ടും പാടിക്കൊണ്ട് മടവൂര് നടന്നുകൊണ്ട് ഇപ്പൊ അറസ്റ്റിലായി. ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശുണ്ടാക്കി പല മാർക്കുണ്ടോ, ഞാൻ അങ്ങോട്ട് നീട്ടില്ല. അപ്പൊ നൗഷാദിനോട് ചോദിക്കണം, നൗഷാദെ മരിച്ചു പോണ്ടേ, അവിടെ ചെന്നാ ഏട് നിന്ന് കണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ഇനിയിപ്പോ ഈ പിന്നെ രിദ്ധത്തിന് എത്രയോ കാര്യങ്ങളൊന്നും ഈ ഒരു ഏത് കിതാബ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ സമർത്ഥിക്ക്. എൻ്റെ ആ സംസാരം രിദ്ധത്തിച്ച് മുർത്തദ്ദായി എന്നുള്ളതിൽ ഒരു സംശയമല്ല. ലാ ശക്ക വലാ റൈബ ഫീ. മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ലടോ. അതിനെന്താ പ്രശ്നം ഇവിടെ? ഇലാഹിയത്തിനാണ് ഇജ്ജ് പങ്ക് കൂട്ടിയത്, ഷെയർ ഇട്ടത്. മടവൂർ ഷേഖ് നവറല്ലാ മർക്കദ അത് വേറെ. ഈ എന്താ ആവേശത്തിലെ വെല്ലുവിളിയില്ല. മറ്റൊരു ചോദിച്ചാൽ മടവൂരിനെ പടച്ചോനെ നമുക്ക് മടിയില്ലടോ. വാജബാ, മൂക്കത്ത് ഒരു വരല രണ്ട് വരല ഒപ്പം വെച്ച് പോകണം. ഒന്നിങ്ങി എനിക്ക് അറിയായിട്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എൻ്റെ ഇൻകം കൂട്ടാൻ എൻ്റെ ഒരു ഹിക്മത്ത്, അല്ലെങ്കിലോ എൻ്റെ മറുവശത്തുള്ളവരുടെ ഭാഷയിൽ അവരോട് ജയിക്കണമെന്നുള്ള ഒരു കുതന്ത്രം. എന്തോ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം, പടച്ചോനെ പേടിയ സാധനം ഇജ പഠിച്ചു വന്ന അതിൽ എൻ്റെ റൂട്ട് കൂടി എൻ്റെ പോക്കറ്റിൽ ഇത്തിരി ആയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് നാളെ നേരെ പൊന്നാനി ബസ്സിന് കയറിക്കാണ്ട് അവിടുന്ന് ഷഹാദ് ചൊല്ലിക്കാണ്ട് തിരിച്ചു വാ. ഓക്കെ നൗഷാദ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കുറ്റപ്പെടുത്തിക്കാണ്ട് ഇന്ത്യന്ന് എനിക്ക് തരാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടി സൂചിപ്പിച്ചുള്ളൂ. എനിക്ക് ടൈമായി, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. ഷോപ്പിൽ നിന്ന് വന്ന സ്പോട്ടിൽ ഒരു വീഡിയോ ചെയ്തതാണ്, കണ്ടപ്പോൾ റിയാക്ട് ചെയ്യുക. നഹിയാനിൽ മുങ്കർ. ഓക്കെ, ഗുഡ് ബൈ. അനീഫ കട്ടുപാറ. അസ്സലാമു അലൈക്കും.